അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറ്റിൻ്റെ 8ാമത്തെ ദിവസം, അതായത് 2ാമത്തെ ആഴ്ചയാണ് നമ്മൾ ഡിസ്കവർ ചെയ്യാൻ പോകുന്നത്. 2ാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഡയറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. അതിനുശേഷം എക്സസൈസിൻ്റെയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ വെള്ളം കുടിക്കൽ സെയിം ടു സെയിം തന്നെ 3 to 4 ലിറ്റർ എന്തായാലും കുടിച്ചിരിക്കണം. ഉറക്കം 8 മണിക്കൂർ, 7.5 to 8 മണിക്കൂർ എന്തായാലും ഉറങ്ങിയിരിക്കണം. ഉച്ചയ്ക്കൊക്കെ ഉറങ്ങാൻ ടൈം കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് നേരം ഉച്ചയ്ക്ക് ഒരു മണിക്കൂറോ അരമണിക്കൂർ 3/4 മണിക്കൂർ ഉച്ചയ്ക്ക് ഉറങ്ങുക. അതിന് യാതൊരു വിഷമം വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഉറങ്ങുക. ഉറക്കം വെള്ളം സെയിം 4 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ വെള്ളം കുടിക്കണം. 8 മണിക്കൂർ എന്തായാലും ഉറങ്ങിയിരിക്കണം. പിന്നെ നമുക്ക് ഡയറ്റിലേക്ക് കിടക്കാം. ഡയറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇപ്പോൾ ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ചായ കാപ്പി കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കപ്പ് ഓഫ് കോഫി അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് ടീ കുടിക്കുന്ന ആളാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക. കപ്പിൻ്റെ ക്വാണ്ടിറ്റി കുറക്കുക. ഒന്നില്ലെങ്കിൽ ഒരു അരക്കപ്പിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഒരു 100% അല്ലെങ്കിൽ ഒരു 60% മാറ്റുക. അല്ലെങ്കിൽ ചെറിയൊരു ഗ്ലാസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ, ചെറിയൊരു ഗ്ലാസ് മേടിച്ചിട്ട് ഗ്ലാസ്സിൽ കുടിച്ചു തുടങ്ങുക. അതിൻ്റെ ക്വാണ്ടിറ്റി, പാലിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അതുപോലെ കുറയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഡയറ്റിലും ആരോഗ്യത്തിലും അതുപോലെ വ്യത്യാസം വരും, വെയിറ്റ് കുറയും. ഓക്കെ, അപ്പോൾ ടീ കോഫിയുടെ ഒക്കെ ക്വാണ്ടിറ്റി കുറച്ച് തുടങ്ങുക. ഓക്കെ, കപ്പിൽ കുടിക്കുന്നതിന് പകരം ഗ്ലാസ്സിലേക്ക് മാറ്റുക. ഓക്കെ, സാധാരണ ഇപ്പം നിങ്ങൾ എന്തായാലും കപ്പിൽ നിന്ന് മാറ്റിയിട്ട് നേരെ ഗ്ലാസ്സിലേക്ക് തന്നെ മാറ്റുക. ഗ്ലാസ്സിൽ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഗ്ലാസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചൊരു 30% കുറക്കാൻ പറ്റുന്നത് കുറച്ചേക്കാം. ടീ തന്നെ തുടങ്ങണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ കേരളത്തിൽ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് സാൻഡ്വിച്ച്, ബർഗർ, റോളൊന്നും എല്ലാ ദിവസവും കിട്ടുന്നില്ല. അപ്പോൾ സപ്പോസ് നിങ്ങളിപ്പോൾ പുട്ട് കടലൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ വെള്ളയപ്പം, ഇഡ്ഡലി അങ്ങനെയുള്ള കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ, പുട്ടൊക്കെ ഇപ്പോൾ 2 കഷ്ണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ 1.5 കഷ്ണത്തിലേക്ക് മാറ്റാം. അതുപോലെ കറി, ഇപ്പോൾ കടല, ഗ്രീൻ പീസ് അങ്ങനെ കറികളൊക്കെ ആണെങ്കിൽ കിട്ടുന്നെങ്കിൽ കറി സെയിം ക്വാണ്ടിറ്റി ഇരുന്നോട്ടെ, പക്ഷെ പുട്ടിൻ്റെ ക്വാണ്ടിറ്റി, കാർബോഹൈഡ്രേറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറക്കുക. നേരത്തിനേക്കാൾ ഒരു 30% കുറച്ച് വെക്കുക. ചോറും അതുപോലെ തന്നെ ഒരു 2 റൈസ് കട്ടർ ചോറ് കഴിക്കുന്ന ആളാണെങ്കിൽ 1 1.5 ആക്കി മാറ്റുക. കറിയുടെ അളവ് സെയിം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ കഴിച്ചോളൂ, കുഴപ്പമില്ല. കറി സെയിം ആയിരിക്കണം, പക്ഷേ കാർബിൻ്റെ ഇൻടേക്ക്, അതായത് ചോറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പുട്ട്, അപ്പം അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് കുറച്ചേക്കുക. ഒരു 30%, നിങ്ങൾ നോർമൽ കഴിക്കുന്നതിൽ 30% ആണ് കുറച്ചേക്കുക. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് വിശക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വിശക്കും, കാരണം നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഒരേ ഇതിൽ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ വിശക്കും, ആ വിശക്കുന്നതിനെ 0 കാലറി ഫുഡ്സ്, അതായത് നിങ്ങൾ കുക്കുംബർ മേടിച്ച് വെക്കുക. സാലഡ് കുക്കുംബർ ഇല്ലേ, സാലഡ് കുക്കുംബർ മേടിച്ച് വെക്കുക, അത് കഴിക്കുക. ആപ്പിൾ മേടിച്ച് വെക്കുക, ആപ്പിൾ മേടിച്ച് കഴിക്കുക. സാലഡ് കുക്കുംബർ, ആപ്പിൾ, വാട്ടർമെലൻ, ഇപ്പോൾ ചൂടാണെന്നാണ് വാട്ടർമെലൻ മേടിച്ച് വെക്കുക. പിന്നെ വെള്ളരിക്ക, എനിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയാൻ പാടില്ല, വെള്ളരിക്ക എന്ന് പറയും നമ്മൾ, വാട്ടർമെലൻ പോലെ ജ്യൂസൊക്കെ കുടിച്ച് കഴിക്കുന്ന വെള്ളരി, അത് മേടിച്ച് വെക്കുക. അപ്പോൾ ഈ ബാലൻസ് വരുന്ന വിശപ്പിനെ നമ്മൾ ഇത്തരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊണ്ട് അങ്ങോട്ട് കീഴടക്കിയേക്കുക. ഒരാഴ്ചത്തേക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ വിശക്ക് കഴിച്ചാലും, പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ കുക്കുംബർ, ആപ്പിൾ ഒരുപാട് വിലയുള്ള ആപ്പിൾ 250-300 ഒന്നും മേടിക്കണ്ട, 180-200 കിലോയ്ക്ക് കിട്ടുന്ന ആപ്പിൾ ഉണ്ട്, അത് മേടിക്കുക. ഈ പറഞ്ഞ പോലെ കുക്കുംബറും വലിയ കോസ്റ്റൊന്നും ആവില്ല, വാട്ടർമെലും വലിയ കോസ്റ്റൊന്നും വരില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആപ്പിൾ മേടിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ സാലഡ് കുക്കുംബറും വാട്ടർമെലനും മേടിച്ച് വെക്കുക, അത് കഴിക്കുക. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു വിശപ്പ് മാറുന്നില്ലെങ്കിൽ ഇതുകൂടെ കഴിച്ച് തീർക്കുക. പക്ഷേ സാധാരണ കഴിക്കുന്ന പോലെ ഫുൾ മീൽ കഴിച്ചിട്ടും ഇത് കഴിക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി കുറക്കുക. ഒരു 30% ക്വാണ്ടിറ്റി കുറച്ചിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ വെജിറ്റബിളും കഴിക്കുക, നമുക്ക് റിസൾട്ട് കാണാം. ഓക്കെ, എന്തായാലും കാർബോഹൈഡ്രേറ്റിൻ്റെ, ഞാൻ വീണ്ടും പറയാണ്, ബോറടിപ്പിക്കുകയല്ല, വീണ്ടും പറയാണ്, കാർബോഹൈഡ്രേറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് വരണം. എന്നിട്ടും കഴിച്ച് നോക്കുക. ഒരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനൊന്നും കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ വിശക്കും. അപ്പോൾ അങ്ങനെ വിശക്കുകയാണെങ്കിൽ ഒരു സാലഡ് കുക്കുംബർ അല്ലെങ്കിൽ ഒരു ആപ്പിൾ അല്ലെങ്കിൽ വാട്ടർമെലൻ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ വിശപ്പിനെ വേണ്ടി തീർക്കുക. ഡിന്നറും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചേഞ്ച് വരുത്തേണ്ടതുണ്ട്. ഡിന്നർ നമുക്ക് ചോറ്, ചപ്പാത്തി അങ്ങനെ പരിപാടി ഉപേക്ഷിക്കേണ്ടി വരും. നമുക്ക് ഡിന്നർ ഓട്സ് ആക്കണം. ഓട്സ് എല്ലാവർക്കും പെട്ടെന്ന് പിടിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ചെറിയ ക്വാണ്ടിറ്റി, ഒരു 100 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാം 250 ഗ്രാമിൻ്റെയൊക്കെ ചെറിയ പാക്കറ്റ് കിട്ടും. എനിക്ക് തോന്നുന്നു 100 താഴേക്ക് വരുള്ളൂ, 80 രൂപ 85 രൂപയൊക്കെ വരുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ഓട്സ് വാങ്ങിയിട്ട് ഓട്സ് കഴിച്ച് ശ്രമിക്കുക. ഓട്സ് കൊണ്ട് പല ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കാം. ചില ഓട്സ് കൊണ്ട് പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഓട്സ് ഇങ്ങനെ കുറുക്കി കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഓട്സിൻ്റെ പുട്ടൊക്കെ ഇനി വലിയ കുഴപ്പമില്ലാതെ കയറി പോകും. ചില ഓട്സിൻ്റെ ടേസ്റ്റ് ഒട്ടും പിടിക്കില്ല. അങ്ങനെ ആൾക്കാർക്കുള്ള ഓൾട്ടർനേറ്റീവ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എന്നാലും ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു പാക്കറ്റ് ഓട്സ് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മധുരത്തിനാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഷുഗറോ അല്ലെങ്കിൽ
ശർക്കര മേടിക്കാൻ കിട്ടും, കുറച്ച് ചെറിയ പീസ് ശർക്കര ഇട്ട് ചെറിയൊരു മധുരം കിട്ടും അതിന്. അത് കൊണ്ടിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കും. ഒരു 3 ദിവസം ട്രൈ ചെയ്യും, ഞാനും ട്രൈ ചെയ്യാം 3 ദിവസം. എന്നിട്ട് ഞാൻ റിസൾട്ട് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതാണ് അവിടെ ബോറാവുകയാണ്. അപ്പോൾ നമുക്കൊരു 3 ദിവസം കൂടുമ്പോൾ ഡയറ്റിൻ്റെ 3 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇന്നൊരു വീഡിയോ ആകാം. ഓക്കെ. അപ്പോൾ നൈറ്റ് നമുക്ക് ഓട്സിലേക്ക് മാറാം. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളിപ്പോൾ എന്താണ് കഴിക്കുന്നത് അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫുഡിൽ നമ്മൾ ഒരു 30% കാർബോഹൈഡ്രേറ്റിന് കുറയ്ക്കാം. അതായത് ഞാൻ വീണ്ടും പറയുകയാണ്, അപ്പം പത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് ക്വാണ്ടിറ്റിയിൽ ഒരു 30% കട്ട് ചെയ്യുക. കറി അതുപോലെ കഴിക്കാം. ലഞ്ച് ചോറിലും ഇത് തന്നെ സെയിം പരിപാടി. ചോറിലും ഒരു 100-ൽ 30% ചോറ് കട്ട് ചെയ്യുക, കറികൾ അതേപോലെ തന്നെ കഴിക്കുക. സെയിം ചായ കാപ്പി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി കുറക്കുക. ചോറിലും അതുപോലെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ വെജിറ്റബിൾസ് എന്തെങ്കിലും ആഡ് ചെയ്യാം. ചെറിയ കോക്ക, വെണ്ടയ്ക്ക, ചീര, ക്യാബേജ്, അറിയാലോ അങ്ങനെയുള്ള ഒലത്തുകൾ, ചെറിയ ഒലത്തുകൾ ആഡ് ചെയ്ത് കഴിക്കുക. അപ്പോൾ കുറച്ച് ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ തൈരൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള തൈരൊക്കെ ഒഴിച്ച് കഴിക്കുക, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വർക്കൗട്ടിലേക്ക് കിടക്കുമ്പോൾ ഈ ആഴ്ച നമുക്ക് ബോഡി പാർട്സ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ദിവസം ഒരു ബോഡി പാർട്ടിന് വർക്കൗട്ട് ചെയ്താൽ മതി. അങ്ങനെ 6 ദിവസം 6 ബോഡി പാർട്ടിന് വർക്ക് ചെയ്യുന്നുള്ളൂ. ഒരു ബോഡി പാർട്ടിന് ഇപ്പോൾ നിങ്ങൾ ബൈസെപ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ 4 എക്സസൈസ്, ബൈസെപ്സിൻ്റെ 4 തരം എക്സസൈസ് ചെയ്യണം. ഒരു എക്സസൈസ് 3 സെറ്റ് ആയിരിക്കും. 3 സെറ്റ്, അതിൽ ഒരു സെറ്റിൽ 15 റെപ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ ഡയറ്റിൽ 4 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി ഞാൻ ഡയറ്റിനെ കുറിച്ച് സംസാരിച്ചു, എക്സസൈസിനെ കുറിച്ച് സംസാരിച്ചു, വാട്ടർ ഇൻടേക്ക്, പിന്നെ ഉറക്കം. 4 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കുക, നമുക്ക് എന്താണെന്ന് അറിയാം. എന്തായാലും ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ 20-25 കിലോ കുറഞ്ഞില്ലെങ്കിൽ നിങ്ങളിലേക്ക് ഞാൻ ഗ്യാരണ്ടി ഒരു 10 കിലോ ഞാൻ നിങ്ങൾക്ക് വെയിറ്റ് എന്തായാലും കുറച്ച് തന്നേക്കാം. അത് ഗ്യാരണ്ടിയാണ്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ വേറെ നമ്മൾ ഒരു എന്താ പറയുക പ്രോട്ടീൻസോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സോ ഇഞ്ചെക്ഷൻസോ ഒന്നും ചെയ്യുന്നില്ല. നാച്ചുറലായിട്ട് വർക്കൗട്ടിലൂടെയും ഡയറ്റ് കൺട്രോളിലൂടെയും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മാത്രമല്ല, ഞാനും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. എൻ്റെ 103 കിലോ വെയിറ്റ് എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം, ഞാനിപ്പോൾ 8ാമത്തെ ദിവസമാണ്, ഞാനിപ്പോൾ നോക്കിയപ്പോൾ 5 കിലോളം കുറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിൽ ഒറ്റയടിക്കാണ് കുറയും, പിന്നീടാണ് വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ട്. ആദ്യം തന്നെ ഒരു 8 കിലോ 7 കിലോ സുഖമായിട്ട് പെട്ടെന്ന് കുറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 13 കിലോ 20 കിലോയുടെ വെയിറ്റ് കുറയാനായിട്ട് ബുദ്ധിമുട്ട്. നമുക്ക് ട്രൈ ചെയ്യാം, എന്താണെന്ന് നോക്കാം. വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.